Hi dear friends, Assalamu alaikum. ഞാൻ വന്നിട്ടുള്ളത് കോഫിയും ചോക്ലേറ്റും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആണ് ഈ ഒരു കേക്ക്. ഇതിന്റെ ക്രീം നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ കോഫിയുടെയും ചോക്ലേറ്റിന്റെയും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കോഫിയും കൊക്കോ പൗഡറും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ കോഫിയും ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. ഇവിടെ ഞാൻ 3 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എഗ് വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഹൈ സ്പീഡിൽ നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫാക്കി എടുക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബീറ്റ് ചെയ്തിട്ട് എന്നിട്ട് നല്ല ക്രീമി ആയിട്ട് എടുക്കണം. ഒന്ന് ബീറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പൊടിച്ചിട്ടുള്ള അളവാണ് 1 കപ്പ്. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതേപോലെ ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അത് ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യരുത്. പാലും കോഫിയും കൊക്കോ പൗഡറും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മൈദ ഒക്കെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അരച്ച് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഓവറായിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. 2-3 തവണയായിട്ട് ഇതേപോലെ മൈദ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മൈദ എല്ലാം ഇതിലേക്ക് അരച്ച് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ അങ്ങ് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. സാവധാനത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഹൈറ്റിൽ കിട്ടണമെങ്കിൽ 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇവർ കൊണ്ട് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടി ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ ഒരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവൻ അനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കേക്ക് ബേക്കായി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. തണുത്തിട്ട് വേണം കേക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്കായിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ കോഫിയും കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 1/2 കപ്പ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ക്രീം കൂടെ ചേർത്തിട്ട് ഒന്ന് ഗനാഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം ചേർത്തിട്ട് മൈക്രോവേവ് ചെയ്തിട്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 30 സെക്കൻഡൊക്കെ കൊടുത്തിട്ട് മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒരു 20 സെക്കൻഡ് കൂടെ ഒക്കെ കൊടുത്തിട്ട് ഇതേപോലെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിനി മാറ്റി വയ്ക്കാം.
ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കോഫിയുടെ പൗഡറും കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡറും 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കുറവാണെങ്കിൽ അതനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പൗഡേർഡ് ഷുഗറോ ചേർത്ത് കൊടുക്കണം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവ് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചോക്ലേറ്റ് ഗനാഷ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്നും ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചോക്ലേറ്റ് ഗനാഷും കോഫിയും ഒക്കെ വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ ക്രീമിന്. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് കോഫി സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് നനച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് അങ്ങ് ക്രീം സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ചോക്ലേറ്റ് ഗനാഷൊക്കെ കൂടുതലായിട്ട് ടേസ്റ്റ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ഓരോ ലെയറിലും ചേർത്ത് കൊടുക്കുക. അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രീം ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മൊത്തത്തിൽ ക്രീം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ സ്പാച്ചില വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗനാഷ് തണുത്ത് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സെറ്റായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒരു കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ബൗൾ ഇറക്കി വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ട്രിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ക്രീം കൊണ്ട് ഇതുപോലെ മുകളിലൊന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് പൈപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു 3-4 ചോക്ലേറ്റ് കുറച്ച് ഗോൾഡൻ കളറ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കായിട്ട്. ഇതേപോലെ ചോക്ലേറ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്